ഇന്ത്യയെ പരാജയപ്പെടുത്തി ശ്രീലങ്ക. ശ്രീലങ്ക ഉയർത്തിയ 240 എന്ന ടാർഗറ്റിന് 32 റൺസ് അകലെ ഇന്ത്യക്ക് വീഴേണ്ടി വന്നു. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നേടിയത് 50 ഓവറിൽ 240 റൺസ്. ശ്രീലങ്കയുടെ ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഓപ്പണറായ പാത്തും നിസംഗയെ മുഹമ്മദ് സിറാജ് ഗോൾഡൻ ഡക്കാക്കി മടക്കി. അവിഷ്ക ഫെർണാണ്ടോയും കുശൽ മെൻഡസും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. 74 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. അവിഷ്ക ഫെർണാണ്ടോ 40 റൺസ്, കുശൽ മെൻഡസ് 30 റൺസ്, സമരവിക്രമ 14 റൺസ്, അസലങ്ക 25, ജനിത് ലിയാനഗെ 12 റൺസ്. ദുനിത് വെല്ലാലഗെ വീണ്ടും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നേടിയത് 35 ബോളിൽ നിന്ന് 2 സിക്സും 4 ഫോറും അടക്കം 39 റൺസ്. കാമെൻഡു മെൻഡിസ് 44 ബോളിൽ നിന്ന് 40 റൺസ് നേടി. ടീം സ്കോർ 50 ഓവറിൽ 240-ന് 9. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജ്, അക്ഷർ പട്ടേൽ ഓരോ വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവ് 2ഉം വാഷിംഗ്ടൺ സുന്ദർ 3 വിക്കറ്റും നേടി. ഇന്ത്യയുടെ ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ നല്ല വെടിക്കെട്ട് തുടക്കമാണ് നൽകിയത്. 5 ഫോറും 4 സിക്സും അടക്കം നേടിയത് 44 ബോളിൽ നിന്ന് 64 റൺ. ശുഭ്മാൻ ഗിൽ 35 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. വിരാട് കോഹ്ലി വീണ്ടും നിരാശപ്പെടുത്തി. 14 റൺസ് നേടാൻ മാത്രമേ സാധിച്ചുള്ളൂ. ശിവൻ ഡൂബെ, KL രാഹുലും 2 പേരും ഡക്കായിട്ടാണ് മടങ്ങിയത്. ശ്രേയസ് അയ്യർ 7, വാഷിംഗ്ടൺ സുന്ദർ 15. ഇന്ത്യയുടെ ടോപ്പ് സ്കോററായത് 44 റൺസ് എടുത്ത അക്ഷർ പട്ടേലാണ്. ഇന്ത്യയുടെ ടോട്ടൽ 42.2 ഓവറിൽ 210-ന് ഓൾ ഔട്ട്. ഈ മാച്ചിൽ എടുത്തു പറയേണ്ടത് ശ്രീലങ്കയുടെ ബൗളറായ ജെഫ്രി വാൻഡേഴ്സിയുടെ സ്പെല്ലാണ്. 10 ഓവറിൽ 33 റൺസ് മാത്രം വിട്ടുകൊടുത്ത 6 വിക്കറ്റാണ് വീഴ്ത്തിയത്. ജെഫ്രി വാൻഡേഴ്സിയാണ് ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നട്ടലൊടിച്ചത്. 97-ന് 1 എന്ന നിലയിൽ നിന്നാണ് 210-ന് ടീം ഓൾ ഔട്ട് ആകുന്നത്. ശ്രീലങ്കയ്ക്ക് വേണ്ടി ജെഫ്രി വാൻഡേഴ്സി 6 വിക്കറ്റ് നേടിയപ്പോൾ ചാരിത് അസലങ്ക 3 വിക്കറ്റ് നേടി. ജെഫ്രി വാൻഡേഴ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്.